കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് നിർബന്ധമായിട്ട് നിധിയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പം നിധിക്ക് വല്ലാത്തൊരു ചമ്മലും വിഷമൊക്കെ ഉണ്ട്. യാത്ര പറഞ്ഞ് പോകുന്നതല്ലേ സുഭാഷ് ചേട്ടനോട്. ഇനി അങ്ങോട്ടില്ല. പിന്നെ താൻ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും. വരട്ടെ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറയും. പക്ഷെ നിധിയുടെ മുന്നിൽ വേറൊരു മാർഗ്ഗവും ഇല്ല. അങ്ങനെ നാണം കെട്ട് ആ കാറിൽ കയറി പോരാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഈ ഹരീഷും നികേഷൊക്കെ കോളേജിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും വന്ന് വേഗം ഹരീഷ് എന്തോ ചോദിക്കാനുള്ള പോലെ സുഭാഷ് ചേട്ടനെ എത്തിക്കൊണ്ട് സുഭാഷ് ചേട്ടാ നോക്കി എങ്ങനെയുണ്ടടാ പരീക്ഷ എന്ന് ചോദിക്കും. ഏട്ടത്തി എന്തേന്ന് ചോദിക്കും. നീ പരീക്ഷ ഉണ്ടെന്ന് പറയും, അതൊക്കെ പിന്നെ പറയാം, പരീക്ഷയുടെ കാര്യം പിന്നെ പറയാം, ഏട്ടത്തി എന്തേന്ന് ചോദിക്കും. എന്നിട്ട് അത് അവരിവിടെ ഇല്ല എന്ന് പറയും. എങ്ങോട്ട് പോയി, ഏട്ടത്തി പോയോ, വീട്ടിലേക്ക് പോയോ? ഈ ചേട്ടൻ്റെ കൂട്ടുകാരൻ, അതായത് ഹരീഷിൻ്റെ കൂട്ടുകാരൻ കണ്ടല്ലോ ബാഗും തൂക്കി കഴിഞ്ഞിട്ട് ചേട്ടത്തി സുധീഷ് ചേട്ടൻ്റെ കൂടെ പോണത്. സത്യം പറ ഏട്ടത്തി പോയല്ലേ, എന്താ ഏട്ടാ ഇങ്ങനെ ഈ വീട്ടിൽ മാത്രം ഇങ്ങനെ ഞാൻ രാവിലെ പോകുമ്പോൾ എന്ത് സന്തോഷത്തിൽ പോയതെന്ന്, ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായില്ലല്ലോ, പിന്നെ എന്താ ഏട്ടത്തി ഇവിടുന്ന് പോയത്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഹരീഷും ചോദിക്കുന്നുണ്ട്, പറയേട്ടാ സുഭാഷ് ഏട്ടാ എന്താ അവിടെ പ്രശ്നം, അവർ തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ലേ, എന്നിട്ടും ഒന്നും അവർ തമ്മിൽ ഒരു ബന്ധമുള്ള പോലെ ഒന്നും എനിക്ക് തോന്നുന്നില്ല, അതിൻ്റേതായ ഒരു സ്നേഹമൊന്നും കാണില്ലല്ലോ, ഇവിടെ ഹാളിലാണ് കിടക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ്. അത് പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വിഷമിക്കരുതെന്ന് പറയും. അപ്പോഴത്തേനും കാറിൻ്റെ ഓണടി കേൾക്കണം. അപ്പോൾ നോക്കിയപ്പോണ്ട് സുധീഷ് കാറിൽ നിന്ന് ഇറങ്ങണം, കൂട്ടത്തിൽ നിധിയുണ്ട്. അപ്പോൾ സുഭാഷിന് വലിയ സന്തോഷമാവും. അതേ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഹരീഷും അല്ല നികേഷും ഓടി ചെല്ലും. ഏട്ടത്തി എവിടെയായിരുന്നു, ഞാൻ ഏട്ടത്തി അന്വേഷിച്ച് ഓടി നടക്കായിരുന്നു, വിഷമിച്ചു, ഏട്ടത്തി ബാഗൊക്കെ ആയിട്ട് എങ്ങടാ പോയേ എന്ന് പറയും. ഏട്ടത്തി പോയിന്ന് ചേട്ടൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേനും നമ്മുടെ സുഭാഷും ചോദിക്കും എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവൻ ഈ സുഭാഷ് വേറെ ഒന്നും പറയാണ്ടിരിക്കാൻ വേണ്ടി സുധീഷ് വേഗം പറയും, അതെ ഞങ്ങളായിട്ട് ടൂറ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്താ തിരിച്ചു വന്നതെന്ന് ഹരീഷ് ചോദിക്കും. അതെ ഭയങ്കര ചൂട്, അത് കാരണം കൊണ്ട് പോകുന്നതെന്ന് പറയും. അങ്ങനെ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് വാങ്ങി നിധി നേരെ അകത്തേക്ക് പോകും. അതിനുശേഷം സുഭാഷ് സുധി ഹരീഷിന് സന്തോഷമാവും, നികേഷിന് സന്തോഷമാവും. നികേഷ് വേഗം അടുക്കളയ്ക്ക് പോകും. അപ്പോൾ നമ്മുടെ ഹരീഷ് സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, സത്യം പറയട്ടാ നിങ്ങൾ എന്തോ പറയാൻ വന്നല്ല, നിങ്ങൾ വിഷമിക്കരുത്, ഞാനൊരു കാര്യം പറയാൻ പോണെന്ന്. അപ്പോഴത്തേനല്ലേ സുധീഷ് ചേട്ടനെ ഏടത്തിനെയും കൊണ്ട് വന്നത്, എന്താ പറയാൻ പോണേന്ന് ചോദിക്കും. അതൊന്നും ഇല്ലടാ, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവർ സുഭാഷ് വാക്ക് മാറ്റും. പിന്നെ സുഭാഷ് അടുക്കളയിലേക്ക് ചെന്ന് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം, എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരും. അപ്പോൾ സുധീഷ് എടാ എന്താ ഉണ്ടായെന്ന് ചോദിക്കും. എന്തുണ്ടാവാൻ കേട്ടോ, അത് ഞാനേ എന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ നിധി വരും. സുഭാഷ് ഏട്ടാ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയും. അങ്ങനെ സുഭാഷ് വേഗം വെള്ളം എടുത്ത് കൊടുക്കും. അപ്പോൾ സുഭാഷ് നമ്മുടെ നിധിയോട് പറയും, മോളെ വീട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അറിയില്ല ചേട്ടാ, ഇന്നലെ ഞാൻ അഡ്വാൻസ് ടോക്കൺ കൊടുത്തതാണ്, ഇന്നിപ്പോൾ പറയുന്നത് വീടില്ലാന്ന്. അതെന്താ അവർ അങ്ങനെ പറയണേ, ഇന്നലെ മേടിച്ചിട്ട് ഇന്ന് ഇല്ലയെന്ന് പറയണേ, അതെവിടുത്തെ ന്യായമാണെന്ന് പറയും. ഞാനും ചോദിച്ചു. അപ്പോൾ അയാൾ പറയുന്നത് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെന്ന് പറയും. അതെന്താണെന്ന് നമുക്ക് അറിയണ്ടേന്ന് പറയും. മോളെ ഈ വീട് നിൻ്റെ സ്വന്തം വീട് പോലെ കാണാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ ഇത്രയും വലിയൊരു വീട്ടിൽ ജനിച്ച് വളർന്ന് നീ എന്തിനാ മോളെ ഈ വീട് ഇപ്പോൾ തൽക്കാലം ഉണ്ടല്ലോ, വേറെ വീടിന് വാടക വീട് അന്വേഷിച്ച് നടക്കണത് കഷ്ടം തന്നെയാണ്. മോളൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഒന്നും അന്വേഷിക്കേണ്ട, ചേട്ടൻ പതുക്കനൊരു വേറെ വീട് നോക്കിയെടുത്ത് കണ്ടുപിടിച്ച് തരാം, ചേട്ടൻ തന്നെ അതിന് മുൻകൈ എടുക്കാമെന്ന് പറയും. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ ഇയാൾ ഇനി വാടക വീട് എടുത്ത് കൊടുക്കും, ആരെടുത്ത് കൊടുത്താലും ഞാനത് മുടക്കും എന്നങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നിധി ആ വെള്ളം കുടിച്ച് നേരെ അകത്തേക്ക് പോകും. അപ്പോൾ സുധീഷിൻ്റെ കോളർമ പിടിക്കും ഷർട്ടിൻ്റെ. സത്യം പറയടാ, നീ എന്തോ പറഞ്ഞിട്ടല്ലേടാ വീട് നിധിക്ക് കിട്ടാഞ്ഞെന്ന് പറയും. അതെ എന്ന് പറയും. ഞാൻ ചെന്ന് മുടക്കി എന്ന് പറയും. എടാ എന്തിനാടാ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയും. ചേട്ടനല്ലേ പറഞ്ഞത് അവൾ ഇവിടുന്ന് പോണത് വിഷമമാണെന്ന്, എല്ലാവർക്കും വിഷമം തന്നെയാണ്, ഞാൻ നല്ലതിന് വേണ്ടി ചെയ്തതല്ലേ, എത്രയായാലും അവളെ കഴുത്തി കിടക്കുന്ന താലി ഞാൻ കെട്ടിയതല്ലേ, എടാ നീ ആത്മാർത്ഥത കൊണ്ടൊന്നല്ലല്ല അവളെ ഇങ്ങോട്ട് കൊണ്ട്, നീ അവളെ സ്വന്താക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലടാ, അവൾ നിന്നെ ഭർത്താവായിട്ട് കാണണമെന്നില്ലല്ലോ, പിന്നെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. ഞാൻ അവൾക്ക് വേണ്ടി എന്തോ ഒരു ഇടി കൊണ്ടതെന്ന് പറയും. അതൊക്കെ നീ സ്വാഭാവികമായിട്ട് കൊണ്ടതല്ലേ, അല്ലാണ്ട് നീ അവളെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചിട്ടൊന്നും കൊണ്ടതൊന്നുമല്ലടാ, എന്തിനാടാ പെൺകുട്ടീനെ ഇങ്ങനെ ചതിക്കണേ, ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ദേഷ്യമാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ ഉപദേശം ഞാൻ ആർക്ക് വേണം, ചേട്ടനൊന്നും മിണ്ടാണ്ടിരുന്നേന്ന് പറയും. അങ്ങനെ ചേട്ടനനിയനെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാവണം സുധീഷിനെ കൊണ്ട് സുഭാഷ് തലയിൽ കൈ വയ്ക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാത്രി എല്ലാവരും കൂടെ കിടന്ന് ഉറങ്ങാൻ പോണ്. ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും മൊബൈലൊക്കെ നോക്കി കിടക്കണ്. അപ്പോൾ അച്ഛൻ അപ്പുറത്തുനിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്, തമിഴ് പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നത്. അപ്പോൾ എന്താണോ ഇനി അകത്തേക്ക് കയറി വരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അകത്തേക്ക് കയറി വരും. കൊതുക് തിരി ഉണ്ടടാന്ന് ചോദിക്കും. കൊതുക് എടുത്തുകൊണ്ട് പോണ് മനുഷ്യനെ എന്ന് പറയും.
കൊതുതിരി അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴാണ് സുധീഷ് ഹാളിൽ കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ ഒരു ചൂലെടുത്തിട്ടുണ്ടെന്ന് ഇവനെന്താ ഇവിടെ കിടക്കണം, അവൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ അയാൾ ഇങ്ങനെ മനസ്സിലാലോചിക്കും. അതിനുശേഷം ഒരു ചൂലെടുത്തിട്ടുണ്ടെന്ന് കാലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കിളിയാക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പിന്നാണ്ട് സുഭാഷ് ഏട്ടൻ എന്നിട്ട് കാണിക്കണേന്ന് പറയും. അപ്പോൾ സുഭാഷ് എങ്ങാണ്ട് കിടക്കണ അപ്പോൾ സുധീഷ് ഞെട്ടി നോക്കുമ്പോൾ അച്ഛനും ഇടാ എഴുന്നേൽക്കടാന്ന് പറയും. എന്തിനേന്ന് ചോദിക്കും. നീ എന്തിനാണ്ട് ഇവിടെ കിടക്കണേ? അത് പിന്നെ എന്ന് പറയും, മര്യാദയ്ക്ക് മുറി പോയി കിടക്കണം, നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, നിൻ്റെ ഭാര്യയല്ല അവിടെ, ഭാര്യ എവിടെയും ഭർത്താവ് കൂടെ ഉണ്ട് കിടക്കണത്, അല്ലാണ്ട് നീ വീട്ടിൽ ചീത്തപ്പേരുണ്ട് അടിക്കടാന്ന് പറയും. ചൂലും കെട്ടുകൊണ്ട് അങ്ങനെ സുധീഷിനെ അടിക്കാൻ നോക്കണം. അച്ഛനൊന്നും ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കാര്യം എന്ന് പറയും. സുഭാഷ് ആകെ പേടിക്കിന്. നിനക്കെന്താടാ കുശുമ്പ്, അവനവൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കണേല് നീനപ്പോൾ അവനെ തടയണേന്ന് പറയും. നീ എന്തിനാണ്ടാ തടയണത് അതൊക്കെ ചോദിച്ച് ദേഷ്യം പിടിക്കിന്. സുഭാഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെ സുധീഷ് അത് കേട്ട വഴിക്ക് പായം തലനൊക്കെ മടക്കണ സന്തോഷം കൊണ്ട് മനസ്സിലിങ്ങനെ അച്ഛനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് വേഗം തൻ്റെ മൊബൈൽ എടുത്തിട്ട് ഹരീഷിനോട് നികേഷിനോട് പറയും, നീ കളിച്ചോടാ എൻ്റെ മൊബൈൽ എന്ന് പറയും. അങ്ങനെ വേഗം പോകണ്. എൻ്റെ വാതിൽമ മുട്ടും പതുക്കനെ ചെന്ന്, ഈയടെ വാതിലിന് വേദനിക്കും, മര്യാദയ്ക്ക് കൊട്ടടാന്ന് പറയും. അങ്ങനെ ഉറക്കനെ കൊട്ടും. അപ്പം നിധി വന്ന് വാലോർക്കുമ്പോൾ സുധീഷ് പായം തലനൊക്കെ ആയിട്ട് നിൽക്കണ്. അപ്പം നിധിക്ക് പേടിയാവും. മോളെ, അവൻ ഇവിടെയല്ലേ കിടക്കേണ്ടത്, അവൻ എന്തിനാ ഹാളിൽ കിടക്കണ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, നിങ്ങൾ മുറിയിൽ ഒന്നിച്ച് കിടക്കേണ്ടതല്ലേ, വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. അച്ഛൻ്റെ കാര്യം അന്വേഷിക്കിട്ടാ എന്ന് പറഞ്ഞ് സുഭാഷ് തടയാൻ നോക്കുന്നുണ്ട്. നിനക്ക് എന്താ കുശുമ്പ്, നിന്റെ കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നേ ഇവർ ജീവിക്കണവരണ്ട, നീ നിന്റെ കാര്യം നോക്കി പോടാന്ന് പറയും. അവനോട് കിടക്കട്ടെ എന്ന് പറയും. സുധീഷ് നീ കിട്ടിയ അവസരം മുതലാക്കാനുള്ള ഒരു അവസരത്തിലാണ്ട് മുറിയിലേക്ക് ചാടണ്. നിധിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സുധീഷിനെ കൊണ്ട് ഭാസ്കരൻ ഭീഷണിപ്പെടുത്തി വാലടപ്പിക്കും. എന്നിട്ട് ഭാസ്കരൻ പോയി കഴിയുമ്പോൾ നിധി ഇങ്ങനെ ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുമ്പോൾ പറയും, ഞാൻ ഇവിടെ താഴ്ത്തങ്ങനെ കിടന്നോളാടോ, ഞാൻ എന്ത് ചെയ്യാനാണ്, അച്ഛൻ കാരണമാണെന്ന് പറയും. നിധി ഒന്നും മിണ്ടാതെ അവിടെ കട്ടിൽ ചെന്നിരിക്കും. സുധീഷ് ആണെങ്കിൽ സന്തോഷത്തോടെ അച്ഛന് താങ്ക്സ് ഒക്കെ പറയുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.